സേതുമാധവൻ സാറിൻ്റെ മകനാണ് സന്തോഷ്. സന്തോഷ് പണ്ട് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഒരു പടം ചെയ്യാനായിട്ട് ഒരു സബ്ജക്റ്റൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ചട്ടക്കാരി എന്ന് പോയപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചു. എന്ന് വെച്ചാൽ ചട്ടക്കാരിയിലെ ആ കഥാപാത്രമുണ്ട്, അതൊക്കെ നമ്മൾ എത്രയോ കാലം കണ്ട് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമ. സന്തോഷം ഇപ്പോൾ അതിഥിയായിട്ട് വന്നിട്ടുണ്ട് സമാഗമത്തിൽ. നമുക്ക് സന്തോഷം ഇങ്ങോട്ട് വിളിക്കാം. സന്തോഷിൻ്റെ അച്ഛനുമായിട്ടാണ് നമുക്ക് ബന്ധം, സേതുമാധവൻ സാർ. നമുക്കെന്ന് വെച്ചാൽ എനിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അതെ അതെ അതെ. സന്തോഷം കുട്ടിയായിരിക്കണ കാലം മുതലുള്ള അടുപ്പമുള്ള നമുക്ക്. സേതുമാധവൻ സാറിനെ നമ്മളും ഗുരുസാനിയനായിട്ട് കാണും. നമ്മൾ എത്രയോ സിനിമകൾ എനിക്ക് പിന്നെ എൻ്റെ ഭാര്യയുടെ പടം ഹോപ്പോൾ അങ്ങനത്തെ അത്ര ഒരു നല്ല ബന്ധമാണ് സാറുമായിട്ടുള്ളത്. സന്തോഷം, എന്തുകൊണ്ട് ചട്ടക്കാരി ചെയ്യണമെന്ന് തോന്നി? കാരണം സർ സാറിന് തന്നെ ഒരുപാട് പടങ്ങളുള്ളപ്പോൾ. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ബിക്കോസ് എത്ര വർഷങ്ങളായിട്ട് ചാനലിങ്ങനെ വിളിച്ചിട്ട് എനിക്ക് വന്ന ഓഫറാണ്. സോ ചട്ടക്കാരി ചെയ്യാൻ വേണ്ടി എനിക്ക് വന്ന ഓഫറാണ്. കേട്ടപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? കാരണം അച്ഛൻ ചെയ്തൊരു സിനിമ മകൻ വീണ്ടും ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും വലിയ റിയാക്ഷൻ ഒന്നുമില്ല. അച്ഛനും ഓക്കെ അത് ചെയ്യാൻ, ബിക്കോസ് ഒരു ഇത്രയും വർഷങ്ങളായി. സോ യു ട്രീറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ സ്റ്റൈൽ. അച്ഛനുമായിട്ട് സന്തോഷം, അതൊരു പേടി ഉണ്ടാവില്ലേ? പേടി ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ചട്ടക്കാരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് വേറെ ഒന്നും കിട്ടിയില്ല ചോദിച്ചു. വേറൊരു പടം കിട്ടി അച്ഛൻ ചോദിച്ചു. അപ്പോൾ പിന്നെ മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. എനിക്ക് ഇത് വേണ്ട, എനിക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. സോ ഐ തോട്ട് ഓക്കെ ഐ ഹാവ് ടു ഗിവ് മൈ ആർട്ട് ആൻഡ് സോൾ ഫോർ ദിസ് പ്രോജക്റ്റ്. സോ ടോട്ടലായിട്ട് ഞാൻ ഇമോഷണലായിട്ട് ട്രീറ്റ് ചെയ്ത് സബ്ജക്റ്റ്. സോ എനിക്ക് പടം കാണുന്ന സമയത്ത് സെക്സ് ആയിട്ടൊന്നും തോന്നാറില്ല. അല്ലെങ്കിൽ വേറെ ഒന്നും. പഴയത് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതെ, ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊരു പുതിയ ട്രെൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് വരുന്നു, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ സ്റ്റൈലിലുള്ള ഫിലിം മേക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഒരു പുതിയ സംവിധാനം എന്നുള്ള രീതിയിൽ സന്തോഷിൻ്റെ എൻട്രി. അപ്പോൾ ഒരു പഴയ സബ്ജക്റ്റ് പഴയൊരു സിനിമ റീമേക്ക് ചെയ്തുകൊണ്ട് അതൊരു ഒരു ചലഞ്ചായിട്ട് കാണുന്നില്ലേ? ചാലഞ്ചില്ല, ഞാൻ പറഞ്ഞാൽ മതി. തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഭയങ്കര ഒരു ഇമോഷണൽ സബ്ജക്റ്റാണത്. എനിക്ക് ആക്ച്വലി സ്ക്രിപ്റ്റ് പഠിക്കുന്ന സമയത്ത് തോന്നിയില്ല, ബട്ട് ആക്ച്വലി ഷൂട്ടിംഗ് സമയത്ത് ദി ഇമോഷണൽ ബോണ്ട് ബിറ്റ്വീൻ ജൂലി ആൻഡ് ആ ഫാദർ, ആ മോറിസ് എന്ന ക്യാരക്ടർ ഇന്നസെൻസ് സാർ ചെയ്തത്, ഐ ഹാവ് ക്രൈഡ്. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കാര്യം ഗ്രേറ്റ് ഈസ് ടു ടേക്ക് ദാറ്റ് സബ്ജക്റ്റ്. അച്ഛൻ സിനിമ കണ്ടോ? കണ്ടോ? എന്ത് പറഞ്ഞു അച്ഛൻ? വെരി ഹാപ്പി. ഓക്കെ. എനിക്ക് ചില പോയിന്റ്സ് ഉണ്ട് വേറെ ഇമോഷണലായിട്ട് കുറേ പോർഷൻസിനായി. സോ ഫാദർ മദർ സോ ഇറ്റ്. മദർ എന്ത് പറഞ്ഞു? ഞാൻ ബാക്കിലിരുന്നത് ചില സ്ഥലത്ത് മദർ വാസ് ലൈക്ക് ഓക്കെ. എന്തായാലും ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം. പ്രേക്ഷകർ എല്ലാവരും. ആ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. സന്തോഷം മലയാള സിനിമയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടറായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമുക്കറിയാം, അതറിയാലോ. എന്തായാലും ഗ്രേറ്റ് ഡയറക്ടർ, ഗ്രേറ്റ് സൺ എന്നുള്ള രീതിയിൽ സന്തോഷ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഒരുപക്ഷെ സുരേഷിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുകയും സുരേഷിൻ്റെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അളിയൻ. അല്ലേ? ഒരു അളിയൻ്റെ അളിയനായിട്ടില്ല, ഞാൻ പുള്ളിയെ അളിയനായിട്ടില്ല, ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ശരിക്കും ഒരു അളിയൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങളും തമാശകളും പറയാൻ പറ്റിയിട്ട് അളിയനാണ്. അപ്പോൾ അളിയൻ എന്തായാലും സമാഗത്തിൽ വന്നല്ലേ പറ്റും. അളിയൻ മാത്രമല്ല, സുരേഷ് ഒരു കാലഘട്ടത്തിൽ സുരേഷിൻ്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരാളുണ്ടായിരുന്നു, അളിയൻ്റെ മകൻ. അവൻ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമ മുതൽ അവൻ എൻ്റെ പടത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് അവനായിരുന്നു വെച്ചത്. അപ്പോൾ അവൻ സ്വന്തമായിട്ട് പടം ചെയ്യുന്നുണ്ട്. നീക്കോ നാച്ച എന്ന് പറഞ്ഞ സിനിമ സന്ദീപിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ഒരു രണ്ടുപേരെയും ഈ സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ. ഞാൻ വിചാരിച്ചത് സുരേഷ് നിങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അളിയനായതിനു ശേഷമാണെന്നുള്ളതാണ് ഇതുവരെ അറിഞ്ഞിരുന്നത്. കുട്ടിക്കാലം പോലുള്ളൊരു ബന്ധമാണെന്നുള്ളത്. എൻ്റെ അപ്പനും സേനൻ്റെ അച്ഛനും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പൂച്ചക്കൊരു മൂക്കുത്തി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വെളിയിലോട്ടിറങ്ങാൻ നേരത്തെ സുരേഷ് പറഞ്ഞു, എന്നെ ഒന്ന് വീട്ടിൽ നിന്നാണ് എന്നെ അടുത്തൊന്ന് വിട്ടേക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സുരേഷുമായിട്ട് കയറിയപ്പോൾ മേനക ഉണ്ട്, അന്ന് മേനക നടിയാണ്.
സിനിമാ നടി. അപ്പോൾ വണ്ടിയിൽ കയറി. അപ്പോൾ സാധാരണ നിലയിൽ സുരേഷ് ഫ്രണ്ട് ഇരിക്കേണ്ടതാണ്. അപൂർവമായിട്ട് സുരേഷ് ബാക്കിലിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് വണ്ടിയായിട്ട് പോവുകയാണ്. പോകുന്ന വഴി ഏതാണ്ട് പുളിമൂട് ജംഗ്ഷൻ കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഞാൻ മേനകയെ കല്യാണം കഴിക്കും, അണ്ണ എന്ത് പറയുന്നു? എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്താ പറയുക, സുരേഷിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു ഓർമ്മ ഭയങ്കരമാണ് അതിൻ്റെ. സന്ദീപിന് ഇതേപോലെ തന്നെ ആയിരിക്കും. അമ്മാവൻ്റെ അപ്പുറത്തൊരു സൗഹൃദം അല്ലേ, ഒരു ആത്മബന്ധമുണ്ട് അല്ലേ? അമ്മാവൻ അനന്തരവൻ ആണെങ്കിലും വി ആർ മോർ ഓഫ് ഫ്രണ്ട്സ്. കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ കൂടുതലും ചിലപ്പം അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ സുരേഷ് അമ്മാവൻ്റെ അടുത്താണ് വിളിച്ച് ആദ്യം പറയാറ്, ആദ്യം ചോദിക്കാറ്. സുരേഷ് അമ്മാവൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മുഴുവനായിട്ട് മാറി നിൽക്കുന്ന ഒരു ലൊക്കേഷൻ അച്ഛനാണ് എനിക്ക് ഇഷ്ടം പോലെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ എനിക്ക് കോളേജിലേക്കുള്ള ബുക്കുകളെക്കാട്ടിലും കൂടുതൽ ചെക്ക് ബുക്കുകളായിരുന്നു എൻ്റെ ബാഗിനകത്തുണ്ടായിരുന്നത്. ഞാൻ എന്നെ ഒരു എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എന്നെ ആദ്യമായിട്ട് എന്നെ വിശ്വസിച്ച്, അതായത് 17-18 വയസ്സുള്ള എന്നെ വിശ്വസിച്ച് വിടുക എന്ന് പറയുന്നത്. ഞാൻ ആ പ്രായത്തിലാണല്ലോ സിനിമ പ്രൊഡക്ഷൻ. അപ്പോൾ എനിക്കങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അവനും പറ്റണം. അതാണ് ഞാൻ ചിന്തിച്ചത്. എന്ന് വെച്ചാൽ അവനെ അപ്പോഴേ ട്രെയിൻ ചെയ്തെടുത്താലേ ഇത് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾക്ക് പറ്റുന്നത് ഇപ്പോഴേ ചെയ്യാനും. സുരേഷിൻ്റെ പ്രായത്തിൽ ഇത്രയും സിനിമ ചെയ്ത ആൾക്കാരുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇല്ല, ഇത്രയും ഇല്ല. സുരേഷ് എത്ര പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഇപ്പം 31 പടമായി. ശരിയാണ്, അത്രയും പടങ്ങളാരും ചെയ്തിട്ടുണ്ടാവില്ല. 31 പടം എന്നൊന്നും എനിക്ക് തോന്നുന്നു ഇനിയും തുടങ്ങുന്ന ഒരു പ്രൊഡ്യൂസറിന് ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരു തുടക്കക്കാരെന്ന പേര് ഞാൻ ഇനി നാളെ 50 പടം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയാനായിട്ട് ചങ്കൂറ്റം ആർക്കും പറ്റില്ല. ഇതൊക്കെ സംഭവിച്ചു നിലനിന്ന് പോകുന്നതാണ്. എന്തായാലും ഓക്കെ, താങ്ക്സ് സോ മച്ച്. സമാഗമത്തിന് വന്നതിന് ഒരുപാട് നന്ദി.